32ാമത് എഡിഷൻ SSF കേരള സാഹിത്യോത്സവിന്റെ വേദിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 13ഓളം വേദികളിലായി സാഹിത്യോത്സവിന്റെ മത്സരങ്ങൾ മാറ്റിവെക്കുമ്പോഴും ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി എജുസൈൻ എന്നൊരു കോർണർ കൂടി ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് എജുസൈനിന്റെ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് എത്തി നോക്കാം. എജുസൈനിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ ആദ്യം ഇവിടെ ഒരു ചെറിയ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. അവരുടെ പേരും ബേസിക് ഡീറ്റെയിൽസും അടക്കുന്ന രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇഷ്ട സെക്ഷനിലേക്ക് നിങ്ങൾക്ക് കടക്കാനാവുന്നതാണ്. കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ഏതൊരു സംശയത്തെയും 10th കഴിഞ്ഞവരാവട്ടെ, +2 കഴിഞ്ഞവരാവട്ടെ, ഇനി അതല്ല ഏതെങ്കിലും ഡിഗ്രികളോ എഞ്ചിനീയറിംഗോ എന്ത് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണെങ്കിലും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും അവരുടെ കരിയർ ഇനി ഏത് തലത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതിനെയും ആശ്രയിച്ച് അവരുടെ സംശയങ്ങൾ ഉണ്ടാകാം. ആ സംശയങ്ങളെല്ലാം ദൂരീകരിക്കുന്നത് എജുസൈൻ വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 13ഓളം വേദികളിലായി മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് വിദ്യാർത്ഥികൾ എജുസൈൻ പോലെയുള്ള അവരുടെ കരിയറിന് വേണ്ടിയുള്ള സെക്ഷനുകളും ഉപയോഗപ്പെടുത്തുന്നത്. കാണാവുന്നതാണ് മെഡിക്കൽ, പാരാമെഡിക്കൽ തുടങ്ങിയ കോഴ്സുകളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർക്കുന്ന വിദ്യാർത്ഥികൾ, എഞ്ചിനീയറിംഗ്, AI, ലോയെക്കുറിച്ചുള്ള സംശയങ്ങൾ തീർക്കുന്ന വിദ്യാർത്ഥികൾ, അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സുകളെ കുറിച്ചുള്ള സംശയങ്ങൾ തീർക്കുന്ന വിദ്യാർത്ഥികൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് ചോദിച്ചറിയുന്ന വിദ്യാർത്ഥികളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എജുസൈനിലെ വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സെഷനിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇരിക്കുന്നത് കാണാം. ട്രഷർ ഹണ്ടാണ് എജുസൈനിന്റെ ഭാഗമായിട്ട് തന്നെ ട്രഷർ ഹണ്ടാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റഡി അബ്രോഡിനെ കുറിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരുണ്ട്. സ്കോളർഷിപ്പുകളെ കുറിച്ചും ഫെലോഷിപ്പുകളെ കുറിച്ചുമെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ PSCയുടെ UPSCയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഹെൽപ്പ് ഡെസ്ക് കാണുന്നുണ്ട്. ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട ഹെൽപ്പ് ഡെസ്കുകൾ എല്ലാം തന്നെ സജീവമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ എജുസൈൻ നടന്നുകൊണ്ടിരിക്കുന്നത്.